പത്രപ്രവർത്തകനായ ബാലചന്ദ്രൻ തന്റെ സുഹൃത്തും ഗുരുവുമായ ജോസഫിന്റെ ഭാര്യയുടെ മരണത്തിന് പിന്നിലെ രഹസ്യം അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ഉത്തരമെന്ന ഈ സിനിമയിലെ കഥാതന്തു. ഗുരുവും സുഹൃത്തുമായ ജോസഫിന്റെ വീട്ടിലേക്ക് മരണവിവരം അറിഞ്ഞുകൊണ്ടാണ് ബാലചന്ദ്രൻ എത്തുന്നത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തോക്ക് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ ഫയറായാണ് അവർ മരിക്കുന്നത്. എന്നാൽ അത് ഒരു അപകടമരണമല്ലെന്നും ആത്മഹത്യയാണെന്നും ജോസഫ് ബാലചന്ദ്രനോട് പറയുന്നു. ആത്മഹത്യ ചെയ്യാൻ മാത്രം തങ്ങൾ തമ്മിൽ യാതൊരു തര പ്രശ്നങ്ങളും ഉണ്ടായില്ലെന്നും യാതൊരു മാനസിക സമ്മർദ്ദവും അവൾ അനുഭവിച്ചതായി തനിക്ക് അറിയില്ലെന്നും അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് തനിക്ക് കണ്ടെത്തി തരണമെന്നും ജോസഫ് ബാലചന്ദ്രനോട് പറയുന്നു. കാര്യസ്ഥനോട് മരണദിവസം ഉണ്ടായ കാര്യങ്ങൾ ബാലചന്ദ്രൻ ചോദിച്ച് മനസ്സിലാക്കുന്നു. അന്നേ ദിവസം രാവിലെ ആദ്യം പാൽക്കാരൻ, പിന്നെ മീൻകാരൻ, അത് കഴിഞ്ഞ് പോസ്റ്റ്മാൻ വന്നു, പിന്നെ കുറച്ച് പിച്ചക്കാർ. എല്ലാം കള്ളക്കൂട്ടങ്ങളാണ്. അതിലൊരു ചെക്കൻ ഇവിടുത്തെ പാത്രം മോഷ്ടിക്കാൻ നോക്കി. ഞാൻ അവനെ ശകാരിച്ചപ്പോൾ സെലീന അതിനെ എതിർത്തു. ആ ചെക്കനോട് എന്തെല്ലോ കുശലം ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അല്പസമയത്തിന് ശേഷമാണ് വെടിവെച്ച് കേൾക്കുന്നതും താൻ ഓടിച്ചെല്ലുന്നതും. സെലീന ജോസഫിന്റെ ഭാര്യ, ഒരറിയപ്പെടുന്ന കവിത്രി കൂടിയായിരുന്നു. ബാലചന്ദ്രൻ വീട്ടിൽ വരുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോടെയാണ് അവർ പെരുമാറിയിരുന്നത്. സ്വന്തം അനിയത്തിയെ പോലെയായിരുന്നു ബാലചന്ദ്രന് സെറീന. ജോസഫിന്റെയും സെറീനയുടെയും വിവാഹം മുന്നിൽ നിന്ന് നടത്തിയത് തന്നെ ബാലചന്ദ്രനാണ്. സെറീനയുടെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചിരുന്നു. സെലീനയുടെ അച്ഛൻ ഒരു പ്രീസ്റ്റ് ആയിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം സെലീന അവരുടെ ആന്റിയുടെ വീട്ടിലായിരുന്നു താമസം. പാസ്റ്റ് അന്വേഷിക്കാൻ വേണ്ടി ബാലചന്ദ്രൻ സെലീനയുടെ ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്നു. മോളിയാന്റി വഴി സെലീന പഠിച്ച വിദ്യാർത്ഥിയെപ്പറ്റി ബാലചന്ദ്രൻ മനസ്സിലാക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ സെലീന തന്റെ ബന്ധുവല്ലെന്നും ആ ഇടവകയിലെ കുര്യാക്കോസ് അച്ഛനാണ് അവളുടെ ചിലവ് നോക്കിയതെന്നും സെറീനയുടെ അച്ഛൻ ഫ്രാൻസിൽ പോയെന്നും അവിടെ വെച്ച് മരണപ്പെട്ടെന്നും സെറീനയെ തന്റെ ആങ്ങളുടെ മകളായി കൂടെ നിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞതായി ബാലചന്ദ്രനെ അറിയിച്ചു. കുര്യാക്കോസ് അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ മരിച്ചെന്നും സെറീനയുടെ അച്ഛന്റെ പേര് ആന്റണി ഫ്രാൻസിസ് എന്നാണെന്നും പറഞ്ഞു. ബാലചന്ദ്രൻ അലീനയുടെ അച്ഛനെ പറ്റി അന്വേഷിക്കാൻ തന്റെ സുഹൃത്തിനെ ഏർപ്പെടുത്തി. സുഹൃത്തിൽ നിന്ന് സെലീനയുടെ അച്ഛനുണ്ടായിരുന്ന പള്ളി കണ്ടെത്തുകയും അവിടെയുള്ള ഒരാളിൽ നിന്ന് സെലീനയുടെ സുഹൃത്തിന്റെ വിവരം കിട്ടുകയും ചെയ്യുന്നു. സെലീന പഠിച്ച ഊട്ടിയിലെ സ്കൂൾ വിസിറ്റ് ചെയ്തപ്പോഴാണ് ബാലചന്ദ്രൻ ആ ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ തളർന്നു വീണ സെറീനയെ സ്കൂൾ ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് അവൾ 3 മാസം ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്നത്.